നവംബർ 1-ാം തീയതി അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന പ്രഖ്യാപനത്തെ തുടർന്നും ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായ ഒരു നേട്ടം കേരളം കൈവരിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ ഈ രംഗത്ത് അവർ നടത്തിയിട്ടുള്ള പരിശോധനയിൽ നിന്ന് അവർ തന്നെ വ്യക്തമായി മാതൃകാപരമായ ഒരു പ്രവർത്തനമായിട്ട് ദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ദേശീയ മാധ്യമങ്ങൾ കേരളത്തിന്റെ ഈ നേട്ടം മാതൃകാപരമാണെന്ന് ലോകോത്തരമാണെന്നും അവതരിപ്പിക്കുമ്പോൾ തന്നെ കേരളത്തിൽ പല മാധ്യമങ്ങളും വിചിത്രമായ പ്രതികരണങ്ങളാണ് ഇപ്പോഴും തുടരുന്നത്. അതുപോലെ കോൺഗ്രസിന്റെയും ബിജെപിയുടെയും നേതാക്കളും അവരുടെ പ്രസ്താവനകളും യഥാർത്ഥത്തിൽ ഈ നേട്ടത്തെ മറച്ചുവെക്കുന്നതിനു വേണ്ടി, അതിനെ ഇകഴ്ത്തിക്കാണിക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചാരവേല നടത്തുകയും ചെയ്യുകയാണ്. ബിജെപി നേതാവ് മോദി സർക്കാരിന്റെ നേട്ടമാണ് ഇത് എന്ന തരത്തിലാണ് അവതരിപ്പിച്ചത്. ഏതാണ്ട് 2 ലക്ഷം കോടി രൂപ സംസ്ഥാനത്തിന് തരേണ്ടത് തരാതെ ഈ നേട്ടത്തിന് പിന്നിൽ ബിജെപിയുടെ കേന്ദ്ര ഗവൺമെന്റാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ വിസ്മയകരമായ ഒരു കാര്യം. ആർക്കും അത് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നാണെന്ന് തോന്നുന്നില്ല. അതേപോലെ കേരളത്തിന്റെ സാമൂഹ്യ വികാസത്തിന് ഒരു സംഭാവനയും ചെയ്യാത്ത സംഘപരിവാർ വിഭാഗമാണ് ഇത്തരം അവകാശവാദവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്. കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാന കാലഘട്ടം മുതൽ അതിനെതിരായി നിന്നവരാണ് RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗങ്ങൾ. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇതെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനം കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നിലപാടിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും നിർവഹിച്ചത്. അത് പ്രാവർത്തികമാക്കാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഇടപെടലാണ് ഇതിന് കാരണമായി തീർന്നത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. കേരളത്തിന്റെ സാമൂഹ്യ സവിശേഷതകളെ പഠിച്ച് ക്രിയാത്മകമായി നടത്തിയ ഇടപെടലിന്റെ രീതിയെ അംഗീകരിക്കാൻ കഴിയാത്തവരാണ് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ അവതരിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളിൽ ചിലർ ചോദിച്ചത് ഇത്രയും ആനുകൂല്യങ്ങൾ നൽകുന്നതിന് സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നതാണ്. പിന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. അതായത് UDF അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള നിലപാടെന്താണ് എന്നാണ് ഒന്നുകൂടി വ്യക്തമാക്കുന്നത്. ഏതായാലും തുടർഭരണം നിലനിൽക്കുമെന്നതിനാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതൊന്നും തുടരാൻ സാധിക്കില്ല എന്ന് പറയുന്ന UDF വന്നാൽ ഇതൊന്നും നടപ്പിലാക്കാൻ അവർക്ക് ബാധ്യതയില്ലാത്തതാണ്. അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല. അവരുടെ നിലപാടെന്താണെന്ന് വ്യക്തമാണ്. പക്ഷേ തുടർ ഗവൺമെന്റ് വരും കേരളത്തിൽ എന്നുള്ളതുകൊണ്ട്
ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ദേശീയപാത വികസനം തൊട്ട് പൈപ്പ് ലൈനും വയനാട്ടിലെ തുരങ്കപ്പാതയും ഉൾപ്പെടെ എല്ലാറ്റിനും എതിരായ നിലപാട് സ്വീകരിക്കുകയാണ് പ്രതിപക്ഷം കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. പാർലമെന്റിനകത്ത് സംസ്ഥാനത്തിന്റെ വികസനത്തിനു വേണ്ടി നിലകൊള്ളാത്ത, അതിനുവേണ്ടി ഒരു വാക്കുപോലും പറയാനാവാത്ത കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധത ആ രീതിയിൽ പ്രകടിപ്പിച്ച സമീപനമാണ് കോൺഗ്രസ് ഇന്ത്യൻ പാർലമെന്റിൽ പോലും കേരളത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇതേ നിലപാട് തന്നെയാണ്, ഇതേ മാനസികാവസ്ഥ തന്നെയാണ് കോൺഗ്രസിന്റെ താഴെ തലത്തിലുള്ള ആളുകളിലും കാണാനാകുക. ആനന്ദകുമാർ എന്ന ഗുണഭോക്താവിന് അനുവദിച്ച 6500 രൂപയുടെ ഭക്ഷ്യ കൂപ്പൺ അത് കോൺഗ്രസ് നേതാവായിട്ടുള്ള കൗൺസിലർ തട്ടിയെടുത്തപ്പോൾ അത് സംബന്ധിച്ചൊരു വാർത്ത പോലും കൊടുക്കാൻ സാധിച്ചില്ല. കോൺഗ്രസിനിട്ട് നിലപാട് സ്വീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസിനെയും വലതുപക്ഷ മാധ്യമങ്ങളെയും സ്വാധീനിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. കുറേ ദിവസമായി ചില വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൂപ്പൺ തട്ടിപ്പിനെ സംബന്ധിച്ച്. അതും ഭക്ഷ്യ കൂപ്പൺ എന്ന് പറയുന്നത് അതിദരിദ്രരായ ആളുകളുടെ അതിദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടി നൽകുന്ന കൂപ്പണാണ് യഥാർത്ഥത്തിൽ തട്ടിച്ചത്. ആ തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന 5500 6000-നടുത്ത് ഉറപ്പിക യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് തട്ടിയെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു വാർത്തയും അതിന്റെ ഭാഗമായിട്ട് ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇതേ ചേർത്തലയിൽ തന്നെയാണ് മുമ്പ് ഓമനക്കുട്ടനുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച് പരിഹാസിയായത്. അപ്പോഴെന്തൊരു ജാഗ്രതയായിരുന്നു മാധ്യമങ്ങൾക്കെല്ലാം. ഓമനക്കുട്ടൻ ഇങ്ങനെ പൈസ വാങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത കൊടുത്തല്ലോ, കള്ള പ്രചാരവേല. പിന്നെ അവരത് മാറ്റി എന്നുള്ളത് ശരിയാണ്, മാറ്റേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോ അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് കേരളത്തിന്റെ മുന്നേറ്റത്തെ തമസ്കരിക്കുന്ന രീതിയാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോഴും പിന്തുടരുന്നത് ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് പരിപൂർണമായിട്ട് പിന്തുണ നൽകുകയോ അവരുടെ മുമ്പിൽ നടക്കുകയോ ചെയ്യുന്ന വലതുപക്ഷ മാധ്യമങ്ങളും എന്ന കാര്യം ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കുക. ജമാഅത്തെ ഇസ്ലാമിയുമായി ഉള്ള ബന്ധം പരസ്യമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വാർത്ത. അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾ കൂട്ടുകെട്ട് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ രഹസ്യ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇത് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ്, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ് പരസ്യമായിട്ട് ഈ വാർത്ത കൊടുത്തത്. യഥാർത്ഥത്തിൽ UDFന്റെ കൺവീനറോ അല്ലെങ്കിൽ KPCCന്റെ പ്രസിഡന്റ് സണ്ണി ജോസഫോ ആണ് ഈ വാർത്ത കൊടുക്കേണ്ടത്. കൺവീനർ അല്ലെങ്കിൽ ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് അവരല്ല പറയുന്നത് കെ പ്രവീൺ കുമാർ എന്ന കോൺഗ്രസിന്റെ കോഴിക്കോട് DCC പ്രസിഡന്റാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി ധാരണയില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും SDP-യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ചേർന്നാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് എന്ന് അവരും അവരുടെ പിന്തുണ നേടുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് അവർ മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞത് അവിടെ കിടക്കുന്നുണ്ട്. അതെല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോഴാണ് പറയുന്നത് പരസ്യമായിട്ടില്ല. എന്നാൽ ഇതേ സന്ദർഭത്തിൽ UDFന്റെ തന്നെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗും UDFും ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിന്റെ ഭാഗമായിട്ടുള്ള പൊന്മുണ്ടം പഞ്ചായത്ത്, അവിടെ ലീഗ് ജമാഅത്തെ ഇസ്ലാമി UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് നിലവിൽ വന്നു കഴിഞ്ഞു. ഇതൊന്നും രഹസ്യമായിട്ട് വെക്കാൻ സാധിക്കുന്ന കാര്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പറയട്ടെ, തെരഞ്ഞെടുപ്പെല്ലാം ജനങ്ങളുടെ പിന്തുണയോടുകൂടിയല്ലേ നടക്കുന്നത്. ആർക്കെങ്കിലും മൂടി വെക്കാൻ പറ്റുന്നതാണോ? മമ്പാട് UDFുമായി ജമാഅത്തെ ഇസ്ലാമിന്റെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ തന്നെ പറയുകയാണ്. അങ്ങാടിപ്പുറത്തും ഇതേ കൂട്ടുകെട്ടിന്റെ ആലോചനകളാണ് നടന്നു വരുന്നത്. കൂട്ടിലങ്ങാടിയിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ UDF ജമാഅത്തെ ഇസ്ലാമി സഖ്യം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഒന്നുകൂടി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ നേതൃത്വമാണ് UDFന്. ഞാൻ വളരെ ഗൗരവത്തിലാണ് ആ പ്രശ്നം ഉന്നയിക്കുന്നത്. ആശയ നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയുടേതാണ് UDFന്. വർഗീയ കൂട്ടുകെട്ടിന്റെ ഏറ്റവും ശക്തമത്തായിട്ടുള്ള ഒരു ഭാഗമായിട്ട് മാറുക. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയെ സംബന്ധിച്ച് അപകടകരമായ ഒരു കാര്യമാണ്. സംസ്ഥാന വ്യാപകമായി ജമാഅത്തെ ഇസ്ലാമുമായി അവർ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുകയല്ല, അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് UDF ഐക്യം അവരുടെ ഒരു കൂട്ടുകക്ഷി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ഈ വർഗീയ മുഖത്തെ മറച്ചുവെക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോഴും DCC പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ പരസ്യമായിട്ടില്ല എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുണ്ട് എന്നത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പരസ്യമായിട്ട് പറയാൻ കോൺഗ്രസിന് ഇപ്പോഴും മടിയാണ്. മൗദൂദിന്റെ ആശയങ്ങളെ, മതരാഷ്ട്ര സിദ്ധാന്തത്തെ ഞങ്ങൾ പിൻപറ്റും എന്ന് മലപ്പുറം ഉൾപ്പെടെ വെച്ച് നടത്തിയുള്ള ക്യാമ്പിന്റെ ഭാഗമായിട്ട് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ VD സതീശൻ പറയുന്നത് പോലെ ഇവിടെ രാഷ്ട്രവാദം, മുസ്ലിം രാഷ്ട്രവാദം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, ഞങ്ങൾ തുടരും എന്ന് പരസ്യമായിട്ട് ഇപ്പോഴും ഈ 2025 പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേർന്ന് ഈ വർഗീയ സഖ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ SDPI ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് മുന്നോട്ടേക്ക് പോകാൻ ഇവരിപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മുന്നേറ്റത്തെ എങ്ങനെയെങ്കിലും തടയണം എന്ന ആശയം വെച്ചുകൊണ്ട് നടത്തുന്ന കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിവിടെ രാഷ്ട്രീയമല്ല, വർഗീയ നിലപാട് ആശയപരമായിട്ട് യഥാർത്ഥത്തിൽ നേതൃത്വം നൽകുന്നത് കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ല, മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇതാണ് കേരളത്തിന്റെ ഇന്നത്തെ ഒരവസ്ഥ. വോട്ടർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എത്രത്തോളം സംഘപരിവാർ വിഭാഗത്തിന് കീഴ്പ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ നീങ്ങുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി തന്നെ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴ് 2 ദിവസം മുമ്പ് വരെ 2 ദിവസം വോട്ട് ചേർക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അനുവദിക്കുകയുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വിട്ടുപോയവരെ ചേർക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ അനർഹരായ ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയ ശ്രമങ്ങൾ BJP നടത്തുകയുണ്ടായി എന്നുള്ള വിവരം പുറത്തു വന്നു. ഗോപാലകൃഷ്ണൻ മുമ്പേ പറഞ്ഞിട്ട് ജമ്മു കാശ്മീരിൽ നാളെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തി ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിക്കുമെന്ന്. അതാണ് രാഹുൽ ഗാന്ധി തന്നെ പിന്നീട് കോട്ട് ചെയ്തത്. ഇവിടെ കേരളത്തിൽ പറഞ്ഞാണത്. ഇതാണ് RSSന്റെ ഒരു നിലപാട്. ആ നിലപാട് ഈ 2 ദിവസം കിട്ടിയപ്പോഴും വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ പോലും ശ്രമിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയിലെയും കേരളത്തിലെയും വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ള കാര്യം ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് കാണേണ്ടത്. നല്ല ജാഗ്രത ഉണ്ടായാൽ മാത്രമേ നമുക്കിതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുള്ളൂ എന്നും ഈ ഒരു അപകടം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ BJP ഒഴിച്ചെല്ലാം കോടതിയെ സമീപിക്കണമെന്ന് സർവകക്ഷി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. ഗവൺമെന്റ് ആ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഏതായാലും നല്ല ജാഗ്രതയോടെ ഇതിനെ സമീപിക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് പാർട്ടിക്ക് വ്യക്തമാക്കാനുള്ളത്. മതനിരപേക്ഷ ശക്തികളുടെ മുന്നേറ്റം ഇന്ത്യയിൽ പ്രകടമാകുന്ന ഒന്നായിട്ട് വേണം
ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കാൻ. സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെക്കുന്ന മംദാനിയുടെ വിജയം, അതുപോലെ ട്രംപിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണം നമ്മൾ കാണുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. ട്രംപ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മംദാനി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണെന്നാണ്. അമേരിക്കയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു ശത്രുത പോലെയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനും കൂടിയായാലോ? അദ്ദേഹം പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ്. ന്യൂയോർക്ക് എന്ന് പറയുന്നത് ട്രംപിന്റെ കൂടി ജന്മനാടാണ്. അവിടെയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളോടെ യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗമായിട്ട് മുമ്പ് അസംബ്ലിയിലും ഇപ്പോഴ് മേയറുമായി തിരഞ്ഞെടുക്കപ്പെട്ട മംദാനിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന കാര്യം അതാണ്. ക്യൂബയെ പോലെ വെനസ്വേല പോലെ ആക്കാനാണ് മംദാനി ശ്രമിക്കുന്നത് എന്നും പറഞ്ഞു വെച്ചു. മാത്രമല്ല, കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് എന്താണോ ചെയ്യുന്നത് അതുതന്നെ ഞാൻ ഇവിടെ ചെയ്യും, ഫെഡറൽ ഫണ്ട് അനുവദിക്കില്ല എന്ന് പറയുന്ന നില എത്ര സാമ്യമാണ് ഈ തീവ്രവാദ നിലപാടുകൾക്കുള്ളത് പുരോഗമന ശക്തികളോട് അല്ലെങ്കിൽ ആശയങ്ങളോട് എന്നത് വ്യക്തമാക്കുകയാണ് ഇത്. യഥാർത്ഥത്തിൽ ഈ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മംദാനിക്ക് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി മേയറായിട്ട് ഇനി എന്നാണ് ന്യൂയോർക്കിൽ വരിക എന്ന കാര്യം ട്വിറ്ററിൽ പങ്കുവച്ചത് ഇവിടെ ഈ തിരുവനന്തപുരം മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിലാണ്, 5 കൊല്ലം മുമ്പ്. അദ്ദേഹത്തിന് ആവേശകരമായൊരു പശ്ചാത്തലമാണത് ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം ട്വിറ്ററിൽ എഴുതി. ഇത്ര ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു യുവതി കേരളം പോലെയുള്ള അതിന്റെ തലസ്ഥാന പട്ടണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നഗരസഭയുടെ കോർപ്പറേഷന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ്. ആ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇനി എന്നാണ് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ന്യൂയോർക്കിന്റെ മേയറാവുക എന്നാണ് അന്ന് ട്വിറ്ററിൽ എഴുതിയത്. അന്നു മുതലേ അന്ന് അദ്ദേഹം അസംബ്ലിയിലുള്ളതാണ്, അസംബ്ലി അംഗമായിരുന്നു. പക്ഷേ മേയറാവുക എന്നുള്ളത്, ചെറുപ്പത്തിൽ തന്നെ മേയറാവുക എന്നുള്ളത് യഥാർത്ഥത്തിൽ 34 വയസ്സ് മാത്രമേ ഉള്ളൂ മംദാനിക്ക്. അത് അവിടെയുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ടാണ് ഇപ്പോൾ മംദാനി വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മേയറായിട്ട് വന്ന ആര്യ രാജേന്ദ്രൻ എന്ന അന്നത്തെ 21 വയസ്സുകാരിയെ ശ്ലാഘിച്ചുകൊണ്ട് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ച ആ ആവേശകരമായ ഒരു ചിത്രം തനിക്ക് തന്നെ സൃഷ്ടിക്കാനാവുമെന്ന ശ്രമം അദ്ദേഹം ആരംഭിച്ചു എന്ന് വേണം 5 കൊല്ലം മുമ്പുള്ള ട്വിറ്ററിന്റെ പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഒരിടതുപക്ഷ ധാര ലോകത്ത് ശക്തിപ്പെടുന്നുണ്ട്. അത് അമേരിക്കയിലും ഒഴിവല്ല. ലോകത്തിന്റെ വിവിധ മേഖലയിൽ സാമ്രാജ്യത്വ ശക്തികളും യുദ്ധക്കൊതിയന്മാരും രാജ്യത്തെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോകത്തിന്റെ പ്രസിഡന്റ് ചമയുന്ന ട്രംപിനെ പോലുള്ളവരുമെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയാലും ലോകത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ സോഷ്യലിസത്തിന്റെയും അതിന്റെ ആശയങ്ങളുടെയും പ്രസക്തി കൂടിക്കൂടി വരുന്നു എന്ന് വേണം ഈ കാലഘട്ടത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ ജെ എൻ യു ഒരു പരീക്ഷണാലയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള നിരവധി നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഇന്ത്യൻ ഇടതുപക്ഷത്തിന് നൽകിയിട്ടുള്ള ഒരു കലാലയമാണ് ജെ എൻ യു. സീതാറാം യെച്ചൂരി ഉൾപ്പെടെ, പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ നിരവധി ആളുകൾ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഇപ്പോഴും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കലാലയത്തെ തകർക്കുക, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തെ തകർക്കുക, അതാണ് RSSഉം BJPയും ഗവൺമെന്റും എല്ലാം ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ട് സംഘടനകളും സംഘർഷങ്ങളും രാഷ്ട്രവിരുദ്ധ മുദ്ര കുത്തി ജയിലിലടക്കാനുള്ള ശ്രമങ്ങളും എല്ലാം JNUവിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ JNUവിൽ ഇപ്രാവശ്യം
ഇടതുപക്ഷം അതിശക്തിയായ മുന്നേറ്റമാണ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ചത് SFI സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷ വിഭാഗങ്ങൾ തൂത്തുവാരിയിരിക്കുകയാണ് JNU കലാലയത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ നല്ല രീതിയിൽ ഈ തീവ്ര വലതുപക്ഷത്തിനെതിരായ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം ലോകത്ത് പല രീതിയിലും ഉയർന്നു വരുന്നതിൻ്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെല്ലാം കാണാൻ എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ബീഹാറിലെ തിരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴും ഈ പ്രവണത കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം. പുരോഗമനപരമായ കേരളത്തെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംഘപരിവാർ ആശയത്തിന്റെ നല്ല രീതിയിലുള്ള ഇടപെടൽ കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. നവോത്ഥാന കാലഘട്ടം രൂപപ്പെട്ട ജാതീയതക്കെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള മുന്നേറ്റം ഇപ്പോഴ് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകണം. ഇവിടെ ഒരു BJP നേതാവ് മിനിഞ്ഞാന്ന് പ്രസംഗിച്ചത് നമ്മുടെ അടിവേരുകൾ കണ്ടെത്താൻ ശ്രമം നടത്തണമെന്നാണ്. ഈ അടിവേര് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സനാതന ധർമ്മത്തിന്റെയും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ പാരമ്പര്യത്തിന്റെ വേരുകളെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് BJPക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാരമ്പര്യം എന്ന് പറയുന്നത് ഇതുപോലെ ആയിരുന്നു പണ്ടുകാലം മുതലേ എന്നുള്ള പ്രചരണമാണ്. മുഴുവൻ തെറ്റായ ചരിത്രവിരുദ്ധമായ ശാസ്ത്രവിരുദ്ധമായ സമീപനങ്ങളാണ് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല വേരോട്ടം കിട്ടാനുള്ള ശ്രമം നടത്തുന്നതിൽ സംഘപരിവാർ വിഭാഗങ്ങൾ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ജാതി വിവേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോഴും കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരായി മനസാക്ഷിയുള്ള ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒഴിച്ചുമൂടാൻ ശ്രമിച്ച ജാതീയത ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതവും മനോസിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാശയ പ്രപഞ്ചം സൃഷ്ടിക്കാനാണ് RSSും BJPയും സംഘപരിവാർ വിഭാഗവും ശ്രമിക്കുന്നത്. ഇതിനെതിരായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഫലപ്രദമായിട്ട് പ്രതികരിക്കാനാവുന്നില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ അതിശക്തിയായ നിലപാടാണ് ഈ വർഗീയ സമീപനങ്ങളുമായിട്ട് ഈ പറയുന്ന നവോത്ഥാനത്തെ കുഴിച്ചുമൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾക്കെതിരായിട്ട് കേരളം അത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് മുന്നോട്ടേക്ക് വരേണ്ട ഒരു കാര്യമാണ്. അതെ, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതേവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ഞങ്ങൾ പരസ്യമായിട്ടില്ല രഹസ്യമായിട്ട് ഉള്ളൂ എന്ന് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? ജമാഅത്തെ ഇസ്ലാമിയായി കൂട്ടുകൂടുമെന്ന് നേരത്തെ പറഞ്ഞതാണ് VD സതീശൻ. അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പഴയ ജമാഅത്തെ ഇസ്ലാമി അല്ല ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. മൗദൂദിന്റെ ആശയങ്ങളാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് സംസ്ഥാന ക്യാമ്പ് വെച്ചിട്ട് മലപ്പുറത്ത് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോൾ തന്നെ. അപ്പോൾ അതിലൊന്നും യാതൊരു മറയില്ലാത്ത രീതിയിൽ വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേരളത്തിലെ UDFന്റെ ആശയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുകയാണ്. അതാണ് കേരളത്തിന്റെ അപകടകരമായ അവസ്ഥ. ഞങ്ങളൊപ്പം ഒരു കാലത്ത് നിന്നില്ല, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഇതുവരെ CPIMുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നത്തിലും ജമാഅത്തെ ഇസ്ലാമി ഒപ്പം ഉണ്ടായിരുന്നില്ല. ഇനി ഉണ്ടാവുകയും ചെയ്യില്ല. അതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞാണ്. കത്തയക്കുന്നത് അവർ ഗവൺമെന്റ് തലത്തിൽ അയക്കട്ടെ. ഒരു പറ്റിക്കലും ഇല്ല. പറ്റിക്കലും വന്നിരിക്കുന്നെങ്കിൽ അത് ഒരു പറ്റിക്കലിനും പ്രശ്നമില്ല. ഗവൺമെന്റ് തലത്തിൽ തീരുമാനിച്ചത് ഗവൺമെന്റ് തലത്തിൽ തീരുമാനം നടപ്പിലാക്കും. ഫണ്ട് വാങ്ങാൻ പാടില്ല എന്നാണ് നിങ്ങൾ ആഗ്രഹം. നിങ്ങൾക്ക് എല്ലാ കാലത്തും കേരളം ഇങ്ങനെ ഒരു ഫണ്ടും കിട്ടാണ്ട് തുറഞ്ഞു പോകണമെന്നാ? പിന്നെന്താ? കരാർ മരവിപ്പിക്കുന്നതിനും ഫണ്ട് വാങ്ങുന്നതും തമ്മിൽ എന്താ ബന്ധം? ഫണ്ട് തരുന്നത് ഈ കരാർ അടിസ്ഥാനപ്പെടുത്തിയില്ല. ഞാൻ ചോദിക്കുന്നത് ഫണ്ട് തരുന്നതും ഈ കരാറും തമ്മിൽ എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് അവര് പറഞ്ഞല്ലേ.
അല്ല അല്ല പിന്നെന്താ അല്ല വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഫണ്ട് തരുന്നതും ഈ ഒപ്പിടുന്നതുമായി യാതൊരു ബന്ധമില്ല, പുലബന്ധം പോലുമില്ല, ഒരു ബന്ധവുമില്ല. അല്ല, മന്ത്രി പറഞ്ഞല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ആ വസ്തുത പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ശരിയാന്ന് പറഞ്ഞിട്ടില്ല, തെറ്റാന്നും പറഞ്ഞിട്ടില്ല. ഉടനെ തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് തെറ്റാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എഴുതണം നിങ്ങൾക്ക്. നിങ്ങൾ എന്തെങ്കിലും എഴുതിക്കോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഗവൺമെന്റാണ് ഒരു കത്തിന്റെ കാര്യം ഇവിടെ വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് വരും. ഞാൻ ജമാഅത്ത് ഇസ്ലാമിന് ഇത്രയും പറഞ്ഞിട്ട് ഒരൊറ്റ അക്ഷരം മിണ്ടുന്നില്ല. കൂപ്പം തെറ്റിച്ചതിനെ പറ്റി പറയുമ്പോൾ ഒരൊറ്റ അക്ഷരം മിണ്ടാനില്ല. നിനക്ക് കത്തയക്കുന്നതിനെ പറ്റി ഇവിടെ വളരെ ഗൗരവമുള്ള പ്രശ്നം. ഞങ്ങൾ പറഞ്ഞില്ലേ, വളരെ ശരിയായിട്ട് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് തലത്തിൽ അംഗീകരിച്ച നിലപാട് ഗവൺമെന്റ് കൈകാര്യം ചെയ്യും. പോരെ? അത് ഞാൻ പറഞ്ഞതിന്റെ അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ മാറ്റുകയാണ്. ഇല്ല, അത് പയ്യെ പറയാം. അതിപ്പോ തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിച്ചു. അത് ഗവൺമെന്റല്ലേ തീരുമാനിച്ച് പറയേണ്ടത്, ഞങ്ങളല്ലോ. വേണ്ട പേര് അങ്ങനെ അവരെന്ത് കേൾക്കണ്ട. നിങ്ങൾ പലരും എഴുതിയിട്ടുണ്ടല്ലോ പേര്, ഒരുപാട് പേര്. നിങ്ങളല്ല ആ പേരൊന്നുമില്ല. ഇല്ല, പുയ്യാളാണ്. അല്ലല്ല, അങ്ങനെ ചോദിച്ചാൽ അതൊന്നും ഉത്തരം കിട്ടൂല. ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, അതിന്റെ പ്രോസസ് നീങ്ങുമ്പോൾ മനസ്സിലാവുമല്ലോ ആരാണ് എന്താണെന്നല്ല. ആരെ മതാടിസ്ഥാനത്തിൽ അപ്പൊ മതാടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല. മതാടിസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, പാഴ്സി, സിഖ് എല്ലാം വേണ്ട. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് RSSും BJPയും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അതിന്റെ ആദ്യ കാലഘട്ടം മുതൽ എടുത്ത ഒരു നിലപാട് പ്രതിയോഗിയെ തീരുമാനിച്ചുകൊണ്ടാണ്. അപരൻ ആ പ്രഖ്യാപനത്തിലൂടെയാണ് അവർ മുമ്പോട്ടേക്ക് വന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അവർക്ക് ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുണ്ടോ എന്ന സംശയം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനായിരിക്കും. മറ്റൊന്നും അത് കാണേണ്ട കാര്യമില്ല. അതിലൊന്നും വലിയ കാര്യമില്ല കേരളത്തെ സംബന്ധിച്ച്. ആരെ അറിയില്ല. അറിയില്ല. നിങ്ങൾ ഉൾക്കൊള്ളപ്പെടണ്ട. ഇല്ല, പാർട്ടിയിൽ ഒരു ശത്രുവില്ല. പാർട്ടിയല്ലേ, പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. അത് ഇങ്ങനെ വെറുതെ നിങ്ങൾ തന്നെ പരാതി ഉണ്ടാക്കിയിരുന്നല്ലാണ്ട് പറയുന്നത് പരാതി. ഞങ്ങൾ അത് കൃത്യമായിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ആ ഘട്ടം വരുമ്പോഴേക്ക് എല്ലാ സ്ഥാനാർത്ഥികളും പൂർണ്ണമായി പ്രഖ്യാപിക്കപ്പെടും. തിരുവനന്തപുരം കോർപ്പറേഷനിലായാലും കേരളത്തിലുടനീളം ഞങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിലും സ്ഥാനാർത്ഥി നിർണയവും നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അപൂർവം മാത്രമേ അവിടെ ഇവിടെ ഇത് പൂർത്തിയാക്കാനുള്ളൂ. അത് വളരെ വേഗം പൂർത്തിയാവും. പൂർത്തിയാക്കുന്നതോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുമില്ല, പാർട്ടിക്കകത്തുമില്ല. എല്ലാം നല്ല ശരിയായ രീതിയിലാണ് പോകുന്നത്.
ഈ രണ്ടാമത്തെ ചോദ്യമില്ലേ, നേരെ ചോദിച്ചല്ലോ ആ ചോദ്യം, ഞാൻ മറുപടി പറഞ്ഞല്ലോ. തീരുമാനിച്ചു. പിന്നെ അത് തീരുമാനം പുറത്തു വരുമല്ലോ. തീരുമാനം പുറത്തു വരും, 2 ദിവസം കൊണ്ട് തന്നെ വരും. ഇനി 14-ാം തീയതി ആകുമ്പോഴേക്ക് അവർ സ്ഥാനം ഏൽക്കേണ്ടിയുണ്ട്. ഭരണഘടനാപരമായിട്ട് പ്രശാന്തിന് ഒരു ടേമേ പറ്റുള്ളൂ. ഓർഡിനൻസ് എന്ത് ഓർഡിനൻസ്? ഇതിന് വേണ്ടിയിട്ടല്ലേ ഓർഡിനൻസ് കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. പ്രശാന്തിന്റെ പ്രവർത്തനത്തെ പറ്റിയൊന്നും ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഹൈക്കോടതി പറഞ്ഞൊന്നുമല്ല, കോടതി എന്ത് പറയുന്നുണ്ടെന്നല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടേതായ നിലപാടുണ്ടല്ലോ. ശരി.